வேலாய் நீ வீரப்பன பார்த்ததுண்டா அவன் வீரக்கதை കേട്ടതുണ്ടാ എന്തമ്മേ എനിക്ക് മാത്രം കട്ടണം. എന്താടാ തുറച്ചു നോക്കുന്നേ? ഓൻ കൊണ്ടുവന്ന് കണ്ടില്ലേ? വലിയൊരു വട്ടച്ചമ്പ്, ഒരു ഓട്ടുരുളി. ഈ എന്താ കൊണ്ടുവന്നേ? ഈ 2 ഉണക്ക കമ്പി, അത്രയൊക്കെ മതി. തഹസിൽദാരുടെ ഒരു സ്പെൻഡർ കൊടുന്നുണ്ടമ്മേ, അപ്പുറത്ത് തൊടിയിലിട്ടിക്ക. നാളെ വിറ്റാലേ 50,000 ഉറുപ്പിട്ടു. അമ്മേ, എന്താടാ? നല്ലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ചായ കേട്ടോ. എടാ ആ പിന്നിലത്തെ ഫോട്ടോയും കൂടെ വിളക്ക് കത്തിക്കടാ. ആയ കാലത്തേ ഇവിടുത്തെ കലവറ നിറച്ച മനുഷ്യനാ. ആ ലൈറ്റ് റിങ് കൊണ്ട. എന്റെ കുമാരേട്ടാ, നിങ്ങളെ പകുതി കട്ടോണ്ട് കൊണ്ടുവരുന്ന സ്വഭാവം നിങ്ങളെ മക്കൾക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കത്തിക്ക് നിങ്ങൾക്ക് വിളക്ക്. എടാ ഓടിക്കോ, പോലീസ് വരുന്നുണ്ട്. ഞാൻ പിന്നാപ്പുറത്തോട്ട് ഓടാ. താൻ എത്രാമത്തെ തവണയാണ് ഈ ഓട്ടൂരിൽ മോഷിക്കുന്നത്? കക്കാൻ പഠിച്ച പോലെ നിൽക്കാനും പഠിക്കണം. താൻ ഈ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ലേ? അല്ലെന്റെ ജാലോടുത്തി, ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 3 വർഷമായി. വന്നും നമ്മളിപ്പോ വീട്ടുകാരെ പോലെ ഇവനൊക്കെ വല്ല പണിക്കും വിട്ടൂടെ? എനിക്ക് തല്ലി ഞാൻ മാടുത്തു. ഹൈ, സത്യം പറയടാ, തഹസിൽദാരെ വീട്ടിൽ നിന്ന് ആരാ ബൈക്ക് മോഷിച്ച്? സാർക്ക് അറിഞ്ഞൂടെ, നമ്മൾ അങ്ങനത്തെ വലിയ സാധനങ്ങളൊന്നും മോഷ്ടിക്കൂല സാറേ. എല്ലാം നീ ശരിയായി തരാം. എന്താ ഇയാളെ പ്രശ്നം? ഇയാളുടെ വീട്ടിൽ ആരാ ഓട് വിളിച്ചിറങ്ങി? നീയാ? മുള്ളാൻ ബുദ്ധിമുട്ടാവേ. ഓട് പൊളിച്ചതല്ല പ്രശ്നം, വീട്ടിൽ നിന്ന് വില പിടിച്ച ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ അന്വേഷിക്കാം. ജാതകയിലെ പോയിട്ടുള്ളൂ, മകളൊന്നും പോയിട്ടില്ലല്ലോ. അല്ല സാറേ, മകൾ പോയിന്. സാറേ, MDMA പിടിച്ച പയ്യനെ പിടിച്ചിട്ടുണ്ട്, കൊണ്ടുവരട്ടെ? കാരണം അതെന്താണ് മാറിക്ക്? അയലൻ കൊണ്ടുപോവാ. സാറേ നമുക്ക് വേണ്ട പയ്യനാ സാറേ. ആരുടെ ആളായിട്ടും കാര്യമില്ല. ഇവന്റെ പേരിലെ കേസ് ഉണ്ടായിരുന്നു എനിക്ക്. ശരി സാറേ, ഇവന്റെ പേരിലെ കേസ് എഴുത്. ഇനി മേലാൽ ഇത്തരം കേസ് കിട്ടുന്നതായിട്ട് ഈ സ്റ്റേഷനിലേക്ക് വരരുത്. നടന്നു കൊടുത്തു. സാറേ, എനിക്കൊരു പരാതി ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്താ തന്റെ പരാതി? ഇത് രണ്ടും ഒന്നാണല്ലോ. കാരണം അല്ലേ, നിങ്ങളുടെ ജാതകം പോയ വഴിക്ക് മനസ്സിലായി. യുവമാരൊക്കെയല്ലേ ബാക്കി. തന്റെ പരാതി താൻ തന്നെ വായിക്കണോ? സാറേക്ക് വായിക്കാൻ അറിയില്ല. ഞാൻ ഈ കാരണവര് കുറെ പ്രാവശ്യം മോളെ കെട്ടിച്ചരോ ചോദിക്കണു. എത്ര പറഞ്ഞാലും കാരണവര് പറയും 10-2 പൊരുത്തുള്ളൂന്ന്. അതുകൊണ്ട് ഞാൻ ജാതകം അവിടെ വേണ്ടാന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് എടുത്തതാ സാറേ. വല്ല കുഴപ്പമുണ്ടോ? ഈ പറഞ്ഞത് ശരിയാണോ? സാറേ, ഇവരിങ്ങനെ ചെയ്യും ഞങ്ങൾ വിചാരിച്ചില്ല.
കുറച്ച് വിലപിടിപ്പുള്ള സാധനം ആണെങ്കിലും വേണ്ടില്ല. നിന്റെ പരാതി പ്രകാരം നീ അടിച്ചു മാറ്റിയ ജാതകം മറ്റാരും അടിച്ചു മാറ്റി. അതാരാ? അതിനല്ല സാറേ ഞാൻ അങ്ങോട്ട് വന്നേ. കളിയാക്കുന്നോടാ. സാറേ ആ ഉരുളിക്കേസ് ചോദിച്ച് വിളിച്ചിരുന്നു, അത് റെഡി ആയല്ലോ അല്ലേ? ഓക്കെ. കോൺസ്റ്റബിൾ, ആ പുറത്തുള്ള ആളെ വിളിക്കൂ. ഇവനാണ് നിന്റെ ജാതകം കട്ട വലിയ കള്ളൻ. തൊണ്ടി മുതലേ എവിടാ? ഏട്ടാ അതങ്ങോട്ട് കൊടുക്ക്. ശ്യാമള ഉത്രാടം. ഇയാളൊരു സാധനം എടുത്ത് വയ്ക്കുന്നുണ്ട്. ഞാൻ വാസ്തവത്തിൽ പൈസയാണ് വിചാരിച്ചെടുത്ത്. നോക്കുമ്പോൾ ജാതകമായിരുന്നു. നോക്കുമ്പോൾ പേര് നോക്കുമ്പോൾ ശ്യാമള ഉത്രാടം നക്ഷത്രം. ഒന്നും നോക്കിയില്ല, പണിക്കരെടുത്ത് പോയി 10 പൊരുത്തം. ഇവളെ അച്ഛനാണെങ്കിൽ കെട്ടിച്ചു തരില്ല. ഞാൻ വേഗം ഇറക്കി കൊടുത്തു. ഞാൻ ചെയ്ത് തെറ്റാണ് സാറേ? അതെ, ഞങ്ങൾ വോട്ട് കളിക്കുന്ന കാലം മുതൽ ഇഷ്ടത്തില്ല സാറേ. അതിൽ വല്ല തെറ്റുണ്ടോ? ഞാനടുത്തേ വീട്ടിലിപ്പോ ഒരു ജാതക കള്ളനും കൂടിയായി. ഒന്ന് പോ സാറേ. കാരണം പെണ്ണു പോയത് സ്റ്റേഷനിൽ തലയിറങ്ങിയിട്ട് കാര്യമില്ല. ആവശ്യമുള്ള സമയത്ത് കല്യാണം കഴിച്ചു കൊടുക്കും. ജാതകം കഷ്ടത്ത് വെച്ച് നടന്നിട്ട് കാര്യമില്ല. ജാതക പൊരുത്തല്ല വേണ്ടത്, മനപ്പൊരുത്താണ്. അല്ലെങ്കിൽ പൊരുത്തക്കേടാവും.